മോശം ഫോമിലൂടെയാണ് ഇപ്പോൾ ബയൺ മ്യൂണിക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 3 മത്സരങ്ങൾ തോറ്റതിന് പിന്നാലെ സീസണിനൊടുവിൽ പരിശീലക സ്ഥാനം ഒഴിയാൻ തോമസ് ടുഷേലും ബയേണും തമ്മിൽ ധാരണയിലെത്തി. 2023 മാർച്ചിൽ പുറത്താക്കപ്പെട്ട നഗേൽസ്മാന് പകരക്കാരനായാണ് ടുഷേൽ ബയേണിന്റെ പരിശീലക ചുമതല ഏറ്റെടുക്കുന്നത്. എന്നാൽ ഈ സീസണിൽ ടുഷേലിന് കീഴിൽ നല്ല രീതിയിലല്ല കാര്യങ്ങളുടെ പോക്ക്. പടിയിറങ്ങുന്ന ടുഷേലിന് പകരം ബയൺ മ്യൂണിക് പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനി നിലവിലെ ബയർ ലെവർകൂസൻ കോച്ചായ സാബിയോ അലോൺസോയാണ്. ഈ സീസണിൽ സ്വപ്നതുല്യ കുതിപ്പാണ് സാബിയുടെ കീഴിൽ ലെവർകൂസൻ നടത്തുന്നത്. 33 മത്സരങ്ങളിൽ അപരാജിത കുതിപ്പുമായി ലെവർകൂസൻ ജർമ്മനിയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ബയണിന്റെ പരിശീലക സ്ഥാനം സാബി ഏറ്റെടുക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ ബയൺ കോച്ച് നഗേൽസ്മാന്റെ വാക്കുകൾ ഇങ്ങനെ: നിങ്ങൾക്ക് സമയം തരുന്ന ക്ലബ്ബുകളുണ്ട്. യുർഗൻ ക്ലോപ്പ് ആദ്യമായി ലിവർപൂളിൽ ചാമ്പ്യനാകുന്നതിന് മുമ്പ് 5 വർഷം അവിടെ ഉണ്ടായിരുന്നു. 7 വർഷത്തിന് ശേഷം മാത്രമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം പെപ് ഗാർഡിയോള നേടിയത്. ബയൺ മ്യൂണിക്കിലെ പരിശീലകർക്ക് എന്തെങ്കിലും വികസിപ്പിക്കാൻ അത്ര സമയം ലഭിക്കുന്നില്ല. ഒരു വേർപിരിയലിന് ശേഷം പുറം ലോകത്തെ അറിയിക്കുന്നത് യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമില്ല. പക്ഷേ ഫുട്ബോളിൽ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത 30 വർഷത്തേക്ക് അത് അങ്ങനെ തന്നെയായിരിക്കും, നഗേൽസ്മാൻ പറഞ്ഞു. ബയൺ മ്യൂണിക്കിനൊപ്പം തന്നെ പ്രീമിയർ ലീഗ് ക്ലബ് ലിവർപൂളും സാബി അലോൺസോയ്ക്കായി പിന്നിലുണ്ട്. എന്നാൽ തൻ്റെ ഭാവിയെക്കുറിച്ച് സാബി അലോൺസോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ബയൺ ലിവർപൂൾ, എനിക്ക് പുതിയതായി ഒന്നും പറയാനില്ല. ഇപ്പോൾ ഞാൻ ബയർ ലെവർകൂസൻ പരിശീലകനാണ്, അതുറപ്പാണ്. ഭാവിയെക്കുറിച്ച് എനിക്ക് പുതുതായി ഒന്നും പറയാനില്ല. ബയണിൽ നിന്ന് കോൾ ലഭിച്ചു എന്നത് സാങ്കല്പികം മാത്രമാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, എനിക്ക് പുതുതായി ഒന്നും പറയാനില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.